സൈലം ലേണിംഗ് അഖിലാസ് ആണ്. അപ്പോൾ 19-ാം തീയതി നമ്മുടെ +2 എക്കണോമിക്സ് ഓണം എക്സാം ആണ് അല്ലേ. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അപ്പോൾ എല്ലാവരും ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ, അപ്പോൾ കുറച്ച് പഠിച്ചാൽ മതിയല്ലോ, കുറച്ച് കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ 3 ചാപ്റ്റേഴ്സ് മാത്രമാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ 3 ചാപ്റ്റേഴ്സിന്റെ മുക്കിന്ന് മൂലയിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ളൊരു സംശയമാണ്, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. കാരണം ഈ 3 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഏതൊക്കെ ആയിരിക്കും, അതും 80 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും എസ്എ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ +2 ഓണം എക്സാമിന്, എക്കണോമിക്സ് ഓണം എക്സാമിന് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് ഈ 3 ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള മാരത്തോണിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും 7 മണിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിന് എസ്എ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എസ്എ വരാൻ പോകുന്നത് ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ് എന്നായിരിക്കും, 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റേഴ്സ് എന്ന്. അപ്പോൾ നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എസ്എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിന്ന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക, അപ്പം ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന്, ആ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് P1x1 + P2x2 = M. പിന്നെ അറിയേണ്ടത് ആ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് M/P1. പിന്നെ അറിയേണ്ടത് അതിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് M/P2. പിന്നെ അറിയേണ്ടത് അതിന്റെ സ്ലോപ്പ് ആണ് -P1/P2. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പണ്ടൊക്കെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇയാളുടെ ഇൻകം തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്തായാലും 3 സാധനമാണ്, അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ഒന്ന് അയാളുടെ ഇൻകം, പിന്നെ പ്രൈസ് ഓഫ് ഗുഡ് 1, പ്രൈസ് ഓഫ് ഗുഡ് 2, അതായത് P1 P2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ദ ബഡ്ജറ്റ് സെറ്റ് എന്നാണ്. ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെയർ ആയിട്ടാണ് ചോദ്യം വരിക, പക്ഷെ ഓണപരീക്ഷ ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാനൊരു ചോദ്യം വരും എന്നുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അപ്പോൾ അതൊരു ടെക്നിക്കാണ്, നമ്മൾ കുറേ അധികം അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ട് ടൈം. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം HIയും VIയും ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ച് വെച്ചേക്കുക. പിന്നെ ഇത് കാണാനുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ 0 ആക്കാം. അപ്പം ഞാനിവിടെ P1 അല്ലെങ്കിൽ X1നെയാണ് 0 ആക്കുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ 0 ആക്കി കഴിഞ്ഞാൽ മറ്റേ പ്രോഡക്റ്റ് എത്ര എണ്ണം വാങ്ങും എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിതാ HI അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ 0 ആക്കി, അതായത് ഈ പ്രോഡക്റ്റ് ഞാൻ ഒന്നും വാങ്ങുന്നില്ല, X1 ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ പോയല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ X2 ഞാൻ എത്ര എണ്ണം വാങ്ങുമെന്ന് അറിയാൻ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, അതിൻ്റെ വിലയുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഇൻകം ബൈ ആ പ്രൊഡക്റ്റിൻ്റെ വില 40 രൂപ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് 2 എണ്ണം വാങ്ങാൻ പറ്റും. അപ്പോൾ X1 ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ X2 ഞാൻ 2 എണ്ണം വാങ്ങും. അതായിരിക്കും ഞാൻ ആദ്യം എഴുതുന്ന ബണ്ടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻകം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് താഴേക്ക് സ്പെൻഡ് ചെയ്യുകയോ ആകുന്ന എല്ലാ ബണ്ടിലും ബഡ്ജറ്റ് സെറ്റാണ് അല്ലേ. ബഡ്ജറ്റ് സെറ്റിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് ആദ്യം ഒന്ന് എഴുതി വെക്കാം. P1x1 + P2x2 <= M. എമ്മിന്റെ താഴെ ആകുന്നതും എമ്മിന് ഈക്വൽ ആകുന്നതുമായ എല്ലാ ബണ്ടിലുകളും എന്താണ്, ബഡ്ജറ്റ് സെറ്റാണ്. അപ്പോൾ ഇവിടെ 0 to ആദ്യം എഴുതുന്നു. പിന്നെ അതിനെ താഴേക്കുള്ള എല്ലാ ബണ്ടിലും നമുക്ക് ഓഫ് കോഴ്സ് എന്തായാലും വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ 0 1 0 0. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 0ക്ക് പകരം നിങ്ങൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 0 ആയിരിക്കും അടുത്ത ബണ്ടിൽ. അപ്പോൾ 1 0 നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. ഇവിടെ നിങ്ങൾ 1 ഇടുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 0 ഇടുക, ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റും. 20 എന്നാലും 18ന്റെ താഴെയാണല്ലോ. പിന്നെ 1 1 ആണ്, ഇവിടെയും 1 ഇവിടെയും 1 അല്ലേ. ഇപ്പോൾ 20 + 40 60 അല്ലേ വരുന്നുള്ളൂ. പിന്നെ 1 2 ഞാൻ എഴുതിയിട്ടില്ല, കാരണം 1 2 നമുക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ 1 ഇടുന്നു 20, ഇവിടെ 2 ഇവിടെ തന്നെ 80 ആയി. അപ്പോൾ 80 + 20 നമുക്ക് 100ലേക്ക് പോകും, അതെന്തായാലും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ ഈ 1ന് പകരം നിങ്ങൾ 2 ഇടുക. 2 0 പറ്റും, 2 1 പറ്റും, 2 2 പറ്റുമോ, ഇല്ല, കാരണം 80ന്റെ പുറത്തേക്ക് പോകും. പിന്നെ 3 0 എഴുതുക. അടുത്ത 3 1 എഴുതി നോക്കുക. 3 1 നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ ഇട്ട് നോക്കുക 80ന്റെ താഴെയാണോ എന്ന്. 80ന്റെ താഴെയല്ല, അപ്പോൾ അത് വാങ്ങാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് 4 0 തന്നെ = 80 ആയി. പിന്നെ അതിന് പുറത്തേക്കുള്ള ബണ്ടിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് സെറ്റ്. ഇവിടെ വളരെ ചെറിയ ബഡ്ജറ്റ് സെറ്റാണ്. ചില ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് ബഡ്ജറ്റ് സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ബണ്ടിലുകൾ ഉണ്ടാവും.
അപ്പോൾ അതാണ് ബഡ്ജറ്റ് സെറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഡ്രോ ഹിസ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ആകെ 2 കാര്യങ്ങൾ മതി. ഒന്ന് അതിൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്, ഒന്ന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് താഴെയും മാർക്ക് ചെയ്യുന്നു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് y ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് ലൈനായി. പിന്നെ ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആ ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിച്ചത് സെലക്ട് ദ ബണ്ടിൽസ് ഓൺ ഹിസ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ബണ്ടിൽ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ബണ്ടിൽ എന്ന് പറയുമ്പോൾ ആദ്യം ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. P1x1 + P2x2 = M ആണ് അല്ലേ? അതായത് 80 രൂപ മുഴുവനും സ്പെൻഡ് ചെയ്യുന്ന ബണ്ടിലുകൾ മാത്രം. അതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിലുള്ളത്. 402102. ബഡ്ജറ്റ് സെറ്റിൽ നോക്കിയാൽ മതി 80 ഈക്വൽ ആയിട്ട് വരുന്ന ബണ്ടിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ അത് കിട്ടി. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തത് ഇതാ ഇൻകം 120 രൂപയായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇൻകം 120 രൂപയെ കൂടി എന്ന് പറയുമ്പോൾ ഇവിടെ 80 പകരം 120 ഇട്ട് കൊടുക്കുക. പുതിയ HIയും പുതിയ VIയും കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് വരയ്ക്കുക. കണ്ടോ, ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പഠിച്ചിട്ടാണോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്? അല്ല അല്ലേ? ഇൻകം മാറി, അപ്പോൾ പുതിയ HIയും VIയും കണ്ടുപിടിച്ച് അത് വരച്ചപ്പോഴേക്കും ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ തന്നെ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ P1 മാറി പുതിയ ബഡ്ജറ്റ് ലൈൻ, P2 മാറി പുതിയ ബഡ്ജറ്റ് ലൈൻ. ഇങ്ങനെയായിരിക്കും ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് 8 മാർക്കിന് വേറെ ക്വസ്റ്റ്യൻസ് വരാം. അത് ഈ പറഞ്ഞതുപോലെ A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള, അതായത് A വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും, B വേറെ ക്വസ്റ്റ്യൻ, C വേറെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഡിഫൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം പ്രൈസിലുള്ള ചേഞ്ചിനോട് ഡിമാൻഡ് എങ്ങനെ അല്ലെങ്കിൽ എത്ര അളവിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ അനലൈസ് എനി 2 ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം നേച്ചർ ഓഫ് ദ ഗുഡ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടൈം പീരീഡ്, അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അത് ലിസ്റ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ 3 കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവുകൾ വരയ്ക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു ഡിമാൻഡ് കർവിൽ ഏത് പോയിന്റ് എടുത്താലും ഒരേ ഇലാസ്റ്റിസിറ്റി വരുന്ന ഡിമാൻഡ് കർവുകളെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുക. അതാകെ 3 എണ്ണമാണ്. ഒന്ന് ED = 1, പിന്നൊന്ന് ED = ഇൻഫിനിറ്റി, പിന്നൊന്ന് ED = 0. ഈ 3 ഡിമാൻഡ് കർവുകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഡെൽറ്റ Q / ഡെൽറ്റ P × P/Q. അപ്പോൾ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ്, അത് 10 ആണ്. ഡെൽറ്റ P എന്ന് പറയുമ്പോൾ പ്രൈസിൽ വരുന്ന ചേഞ്ച് അത് 2 ആണ്. പിന്നെ P എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പ്രൈസ് ആണ്, ഇനീഷ്യൽ പ്രൈസ് ആണ്. Q എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഡെൽറ്റ Q / ഡെൽറ്റ P × P/Q. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 10/2 ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യാം. 10/2 5 ആണ് വരിക. അപ്പോൾ ആ 5 എടുക്കുക. പിന്നെ 6/40 ചെയ്യുക. അപ്പോൾ നമുക്ക് 0.15 എന്ന് കിട്ടും. അപ്പോൾ 5 × 0.15 ചെയ്യുമ്പോൾ 0.75. ഇതാണ് ആൻസർ. ഇനി കമൻറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇൻ കേസ് കമൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത് 1നേക്കാൾ ചെറുതായതുകൊണ്ട് ഇൻഇലാസ്റ്റിക് ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ നമുക്ക് TFC, TVC, TC ഒക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ, അതായത് എല്ലാ കോസ്റ്റുകളും കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വളരെ സിമ്പിളാണ് ചെയ്യാൻ. നമുക്ക് വേണ്ട ഡാറ്റ അവർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ TFCയും TVC ഉണ്ട്. TC കാണാൻ പറയുന്നുണ്ട്. TC ഞാൻ എങ്ങനെയാണ് കണ്ടേ? TFCയും TVCയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TC കിട്ടും. പിന്നെ AFC കാണാൻ പറഞ്ഞിരുന്നു. AFC നമ്മൾ എങ്ങനെയാണ് കാണുക? TFC/Q ചെയ്താൽ മതി. ഔട്ട്പുട്ടാണ് Q. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് AVC ആയിരിക്കും. അതും ഭയങ്കര സിമ്പിളാണ്. TVC/Q ചെയ്താൽ മതി. പിന്നെ SAC ആണ് അവർ പറയുന്നത്. SAC എന്ന് പറഞ്ഞാൽ TC/Q ആണ് ചെയ്യുന്നത്. അതും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പിന്നെ MC ആണ്, SMC അല്ലേ? ഷോർട്ട് മാർജിനൽ കോസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു TCയിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള TC എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. TCയിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയാൽ മതി. ഇതാ 200 100 പോയി ഇവിടെ 100. പിന്നെ ബാക്കിയുള്ള കോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ ഐറ്റം എപ്പോഴും 0 ആക്കി വെക്കുക. ഓക്കെ, ഇതൊഴികെ ഈ 3 കോസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ഐറ്റം 0 ആക്കി വെക്കാം. ഇവിടെ ഔട്ട്പുട്ട് 0 ആകുന്ന കേസിൽ ഇവിടെയൊക്കെ 0 ആയിരിക്കും. അതുപോലെ TVCയും 0 ആയിരിക്കും. അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ SA ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ളത് ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കി വെക്കുക. എല്ലാവരും ഓണപരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വൈകുന്നേരമുള്ള മെഗാ മാരത്തോണിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.